വയനാട്ടിലുള്ള തിരുനെല്ലി അമ്പലത്തിനെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ചിലർക്ക് അവിടെ പോയിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ വയനാട്ടിലാണെങ്കിലും ഇതുവരെ പോകാത്തൊരു അമ്പലമാണ് തിരുനെല്ലി അമ്പലം. അപ്പോൾ വൈകുന്നേരത്തുള്ള ദർശനത്തിനാണ് ഞങ്ങൾ പോകാൻ വിചാരിച്ചിട്ടുള്ളത്. രാവിലെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതും വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നത്. അമ്പലത്തിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ കുറേ നാളായി സാരിയൊക്കെ ഉടുത്തിട്ട്, അതുകൊണ്ട് പൊടി തട്ടി സാരിയെല്ലാം എടുത്തൊന്ന് ഉടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ നേരെ കൽപ്പറ്റയിലേക്കാണ് പോയത്. പുതിയ സ്റ്റാൻഡ് പോയി മാനന്തവാടി ബസ് കയറി. ഇനിയൊരു യാത്രയാണ്. ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞ് മാനന്തവാടി എത്തിയിട്ട് കാണാം. മാനന്തവാടി ഇതാന്ന് പറയുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. KSRTCയിലല്ലേ വന്നത്, അപ്പോൾ പിന്നെ എത്താതിരിക്കില്ലല്ലോ. അവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കാവോ കഴിക്കാൻ പറ്റില്ലേ ഒന്നും അറിയില്ല, പക്ഷെ ഞങ്ങൾ കഴിച്ചു കിട്ടും. അങ്ങനെ ദിവമോളും അച്ഛനും 2 പൊറാട്ട പറഞ്ഞു. ഞാൻ 2 നെയ്സ് പത്തിരിയും പറഞ്ഞു. കൂടെ കൂട്ടാൻ വേണ്ടി ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരിച്ച് നേരെ സ്റ്റാൻഡിലേക്ക് വന്നു. ഇത്രയും തിരക്കുള്ള ഒരു സ്റ്റാൻഡ് ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. കൽപ്പറ്റ സ്റ്റാൻഡിൽ പോലും ഇത്രയും തിരക്കുണ്ടാവില്ല. അത്രയ്ക്കും തിരക്കായിരുന്നു മാനന്തവാടി സ്റ്റാൻഡിൽ. വയനാട്ടിൽ ഇത്രത്തോളം സ്ഥലങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. കാട്ടിക്കുളം തിരുനെല്ലി ബസ് ഒരു 5:05 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ അതിൽ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 6:30 ആയപ്പോൾ തന്നെ അമ്പലത്തിൻ്റെ അടുത്ത് ഇറക്കി തന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ബസ്സാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളാകെ വിജൃംഭിച്ചു പോയി. ഇനി അങ്ങോട്ടേക്ക് ബസ് ഉണ്ടാവില്ല. ബസ്സില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വന്നൊന്ന് തൊഴാൻ പറ്റിയല്ലോ എന്നാണ് എൻ്റെ മനസ്സിലുള്ളൊരു ആശ്വാസം കേട്ടോ. അങ്ങനെ അമ്പലത്തിൻ്റെ നടയിൽ കയറി. പിന്നെ വീഡിയോസും ഫോട്ടോസൊന്നും എനിക്ക് എടുക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അമ്പലത്തിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദർശനമെല്ലാം കഴിഞ്ഞു, താഴെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ചായയൊക്കെ കുടിച്ചു. പിന്നെ വണ്ടി കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടനോട് പറഞ്ഞ് ആ ചേട്ടൻ്റെ ആപ്പല്ലേ, ആപ്പയിൽ കയറി അങ്ങനെ ഞങ്ങളെ കാട്ടിക്കുളത്ത് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഡയറക്റ്റ് കൽപ്പറ്റ ബസ്സാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. അപ്പോൾ കർണാടക ബസ്സാണ് കേട്ടോ അത്. കർണാടക ബസ്സിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. കയറിയപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളെ KSRTC എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. പക്ഷെ നമുക്കിത് പുറമേ നോക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും കേട്ടോ. അങ്ങനെ നമ്മൾ ആ ബസ്സിൽ നേരെ കൽപ്പറ്റ വന്നിറങ്ങി. കൽപ്പറ്റയിൽ നമുക്കിനി വിശന്നിട്ട് വയ്യ, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ദിവമോൾ ഒരേ വാശിയിലാണ്, എനിക്ക് ന്യൂഡിൽസ് അല്ലാതെ വേറെ ഒന്നും വേണ്ടാന്ന്. എന്നാൽ പിന്നെ എന്തേ ആട്ടെ അതങ്ങോട്ട് വാങ്ങിക്കൊടുത്തു കേട്ടോ. പിന്നെ എനിക്ക് ഫ്രൈഡ് റൈസാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പുള്ളിക്കാരൻ കഴിച്ച മസാല ദോശയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കൽപ്പറ്റയിൽ നിന്ന് നമുക്ക് നേരെ വണ്ടി ബത്തേരി ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചു. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഡ്രസ്സെല്ലാം മാറ്റി ഒന്ന് സെറ്റാകണം. പിന്നെ ബെഡൊക്കെ അലങ്കോലാക്കി ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബായ്.